ഈ സെക്ടറിൽ ഒരു മോക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അവരുടെ സൈറ്റിൽ പോവുക. ഇവിടെ നിങ്ങളൊരു പ്രൊജക്ട് നെയിം കൊടുക്കുക. വിൻ ടെക് ഓൾറെഡി ഞാൻ വൈബിൻ ടെക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ എന്ന് കൊടുക്കുക, വൈബിൻ സാമ്പിൾ എന്ന് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് മോക്ക് സെർവർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബേസ് URL ക്രിയേറ്റ് ചെയ്ത് തരും. ഇതിപ്പോൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മോക്കിംഗ് റൂൾസിലേക്ക് പോവുക. നമ്മുടെ ഒന്നാമത്തെ റിക്വയർമെന്റ് ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഒരു പോസ്റ്റ് API കോൾ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് പോസ്റ്റിൻ്റെത്. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ റൂൾസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ പുതിയ റൂൾ ക്രിയേറ്റ് ചെയ്യും. മെത്തേഡ് പോസ്റ്റ് എടുക്കുക. ഇവിടെ എൻഡ് പോയിന്റ്, ഏത് എൻഡ് പോയിന്റ് ആണ് വേണ്ടത്, ലോഗിൻ എന്ന് കൊടുക്കുക. പിന്നെ റിക്വസ്റ്റ് ബോഡി നമുക്ക് യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്യണം. അപ്പോൾ അത് ഈ കണ്ടീഷൻ്റെ അകത്ത് റിക്വസ്റ്റ് ബോഡി കണ്ടെയ്ൻ, ഇവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ വാല്യൂ സാധാരണ നമ്മൾ റിക്വസ്റ്റ് ബോഡി സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ജേസണിലാണ്. അപ്പം അത് നമുക്ക് എവിടെ നിന്ന് എടുക്കാം, നമ്മളുടെ ഡോക്യുമെൻറ്റേഷനിൽ പോവുകയാണെങ്കിൽ ഇവിടെ കൊടുത്തില്ലേ യൂസർ നെയിം പാസ്വേഡ്, ഇത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ സ്പേസ് കണ്ടില്ലേ, സ്പേസും സെമികോളനും. സെമികോളൻ സാധാരണ ജെയ്സണിന് ഉണ്ടാവില്ല, അപ്പം ഇത് ഒഴിവാക്കാം, പകരം കോമയിടാം. ഓക്കെ, സ്പേസ് ഒഴിവാക്കാം. പിന്നെ ഇവിടെ റെസ്പോൺസിൽ സ്റ്റാറ്റസ് നമുക്ക് ഓക്കെ എന്നാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യം ചെയ്തിട്ട് സേവ് റൂൾ കൊടുക്കുക. ഇവിടുന്ന് ക്ലിക്ക് ടു കോപ്പി അബ്സല്യൂട്ട് പാത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കോഡിലേക്ക് പോവുക. ഇത് ലോഗിൻ്റെ പേജാണ്. ഇവിടെ ഒരു ആക്സിയോസിൻ്റെ പോസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ലോഗിൻ പാസ് ചെയ്യുക, പിന്നെ നമ്മളുടെ റിക്വസ്റ്റ് ബോഡി.